നെസ്റ്റ് എക്സാമിൻ്റെ 2024 നെസ്റ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ അതേപോലെ തന്നെ അവരുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിനും റിലീസായിട്ടുണ്ട്. നെസ്റ്റ് എന്ന് പറയുന്നത് നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ്, അതിനെയാണ് നെസ്റ്റ് എക്സാം എന്ന് വിളിക്കുന്നത്. ഈ നെസ്റ്റ് എക്സാം എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് നൈസറിലെയും അതേപോലെ CBSEൻ്റെയും അഡ്മിഷന് വേണ്ടിയാണ്. അതായത് 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമുകളാണ്. അത് ഒന്ന് നൈസറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഭുവനേശ്വർ ക്യാമ്പസിലും അതേപോലെ യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസ് UMDAE CBS മുംബൈ ക്യാമ്പസിലേക്കുമാണ് ഈ അഡ്മിഷൻ നടക്കുക. അതായത് നെക്സ്റ്റ് എക്സാം ക്വാളിഫൈ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നൈസറിലും CBSലും അഡ്മിഷൻ കിട്ടുക. ഈ പ്രോഗ്രാം ഏതാണെന്ന് ചോദിച്ചാൽ ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ്. 5 വർഷത്തെ ബയോളജിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ്, ഫിസിക്കൽ സയൻസ്, കെമിസ്ട്രി ഒക്കെ ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് സയൻസ് ആണ്. ഈ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽ നോക്കുക. മേജർ ടൗണുകളിലൊക്കെ തന്നെ എക്സാം നടത്തുന്നുണ്ട്. അതിൽ കേരളത്തിലെ സെൻറ്റർ ഏതാണെന്ന് ഞാൻ ഇതിൻ്റെ ഒപ്പം പറയാം. ഇനി ജൂൺ 30-നാണ് എക്സാം. ജൂൺ 30-ന് 9 മണി തുടങ്ങി 12:30 വരെ ഫസ്റ്റ് സെഷനും 2:30 തുടങ്ങി 6 മണി വരെയുള്ള സെക്കൻഡ് സെഷനും. ഈ 2 സെഷനിൽ ഏതെങ്കിലും ഒന്നാണ് കുട്ടിക്ക് അസൈൻ ചെയ്യുക. അപ്പോൾ ആ സെഷൻ എഴുതിയാൽ മതി. ഇനി ഈ നെക്സ്റ്റ് എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, CBT ആണ്, ഓഫ്ലൈൻ അല്ല, ഓൺലൈൻ മാത്രമാണ്. കേരളത്തിലെ എക്സാം സെൻറ്ററുകൾ എറണാകുളത്തുണ്ട്, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശ്ശൂർ, അതേപോലെ ആലപ്പുഴയിലും. ഇത്രയും സെൻട്രലായിട്ടാണ് കേരളത്തിൽ എക്സാം നടക്കുക. അതായത് ആലപ്പുഴയിലും സെൻറ്ററുണ്ട്. ഇതൊക്കെ ചേർത്തിട്ടാണ്, ഇത്രയും സ്ഥലത്താണ് എക്സാം ഉണ്ടാവുക. അങ്ങനെ ഏകദേശം 129ഓളം സെൻറ്ററുകളിൽ എക്സാം നടക്കുന്നുണ്ട് ഇന്ത്യയിലൊട്ടാകെ. എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ 4 സബ്ജക്റ്റ് ഉണ്ടാവും. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇങ്ങനെ 4 സബ്ജക്റ്റിലുമായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക. ഒരു സെഷനിൽ നിന്ന് 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതായത് 20 ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 3 മാർക്കാണ്. അങ്ങനെ 20 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക്, കറക്റ്റ് ആണെങ്കിലും 3 മാർക്ക്. അങ്ങനെ 60 മാർക്കാണ് ഒരു സെഷനിൽ ഉണ്ടാവുക. അങ്ങനെ 4 സെഷനുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ആൻസർ തെറ്റിച്ചാൽ മൈനസ് മാർക്കുണ്ട്, 1 മാർക്ക് നെഗറ്റീവും പോവും. അപ്പോൾ കറക്റ്റ് ആണെങ്കിൽ 3 മാർക്കും, തെറ്റിയാൽ -1ഉമാണ്. അങ്ങനെ 60 മാർക്കിൻ്റെ 4 സെഷനായിട്ടാണ്, അല്ലെങ്കിൽ 4 സബ്ജക്റ്റിലും എക്സാം ഉണ്ടാവും. ഇതിൽ ബെസ്റ്റ് 3യുടെ മാത്രമേ മാർക്ക് എടുക്കൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ 3 സബ്ജക്റ്റിൻ്റേത് ചൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 4 അറ്റൻഡ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് മാർക്ക് കിട്ടിയ, ടോപ്പ് മാർക്ക് കിട്ടിയ 3 സബ്ജക്റ്റ് എടുക്കൂ എന്ന് പറഞ്ഞാൽ നെറ്റ് ഇമ്പാക്റ്റ് 180-ലാണ് മാർക്ക് വരിക. നിങ്ങൾ 240 എഴുതിയാലും 180-ലാണ് നിങ്ങളുടെ മാർക്ക് വരിക. അതനുസരിച്ചാണ് റാങ്ക് ലിസ്റ്റ് ഇടുക. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ ഈ സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, www.nestexam.in. അതിൽ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷനും ഓൾറെഡി രജിസ്റ്റേർഡും ഒക്കെ ആയിട്ട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ന്യൂ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫിൽ ചെയ്യാം. മെയ് 31, 2024 മെയ് 31 വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ട് മാത്രമാണ് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുക, ഓഫ്ലൈൻ ഇല്ല. അപ്ലിക്കേഷൻ ഫീ നോക്കിയാൽ ഓൾമോസ്റ്റ് ജനറൽ കാറ്റഗറി, EWS, OBC എല്ലാ കാറ്റഗറിക്കും 1400 രൂപയാണ് ഫീ. എന്നാൽ SC, ST, ഫിസിക്കൽ ഡിസബിലിറ്റി കുട്ടികൾ, ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ 700 രൂപയാണ് ആവുക. ബാക്കി എല്ലാവരും ഏത് കാറ്റഗറിയിലെ പെൺകുട്ടികൾക്കും അതേപോലെ ഫിസിക്കൽ ഡിസബിലിറ്റിക്കും പിന്നെ SC, ST കാൻഡിഡേറ്റിനും 700 രൂപയാണെങ്കിൽ ബാക്കി എല്ലാ കാറ്റഗറിയും 1400 രൂപ ഫീ പേ ചെയ്യണം. അപ്പോൾ സൈറ്റിൻ്റെ അഡ്രസ്സ് ഒരിക്കൽ കൂടി ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതാണ് അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന സൈറ്റ്. ഇനി ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ മാർച്ച് 31, 2024 സ്റ്റാർട്ടായി. ഇനി അത് ക്ലോസിങ് മെയ് 31, 2024 വരെ സമയമുണ്ട്. അഡ്മിറ്റ് കാർഡ് ജൂൺ 15-ന് കിട്ടും. ജൂൺ 30-നാണ് നെക്സ്റ്റിൻ്റെ എക്സാം ഉണ്ടാവുക. സെഷൻസ് ഞാൻ മുമ്പ് പറഞ്ഞു, 9 തുടങ്ങി 12:30 വരെ ഒരു സെഷൻ, 2:30 തുടങ്ങി 6 വരെ രണ്ടാമത്തെ സെഷൻ. നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്ന സെഷനിൽ എക്സാം എഴുതിയാൽ മതി. റിസൾട്ട് ജൂലൈ 10-നുണ്ടാവും.
എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പിന്നീട് വീഡിയോ ചെയ്യാം. ഇതിപ്പോൾ അപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. ഇനി എത്ര സീറ്റാണ് ഉള്ളത് എന്നുള്ള ചോദ്യത്തിൻ്റെ നെക്സ്റ്റ് നെക്സ്റ്റ് എഴുതി നൈസറിൽ കയറാൻ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിക്ക് 101 സീറ്റുണ്ട്. EWSന് അവിടെ നൈസറിൽ സീറ്റില്ല. OBC അതായത് EWSനായിട്ട് റിസർവേഷൻ ഇല്ല എന്നേ ഉള്ളൂ. OBC NCLന് 54 സീറ്റ്. OBC അല്ല, OBC NCL ആണെങ്കിൽ 54 സീറ്റ്. SCക്ക് 30 സീറ്റ്, STക്ക് 15 സീറ്റ്. ദിവ്യാംഗൻ കാറ്റഗറിക്ക് ഓരോന്നിലും 5% റിസർവേഷൻ. അങ്ങനെ ടോട്ടൽ 200 സീറ്റാണ് നൈസറിൽ. ഇനി CBS മുംബൈയിൽ 23 സീറ്റ് ജനറൽ കാറ്റഗറിക്ക്, 6 സീറ്റ് EWSന്, 15 സീറ്റ് NCL കാൻഡിഡേറ്റ് OBC NCLന്, SCക്ക് 9 സീറ്റ്, STക്ക് 4 സീറ്റ്, ഓരോന്നിലും 5% വീതം ഫിസിക്കൽ ഡിസബിലിറ്റിക്ക്. അങ്ങനെ 57. അങ്ങനെ ടോട്ടൽ 257. ഭുവനേശ്വർ ക്യാമ്പസിൽ നൈസറിന് 200, CBSന് മുംബൈ ക്യാമ്പസിൽ 57. അങ്ങനെ 257 സീറ്റാണ്. ഇനി അതിൻ്റെ സിലബസ് നോക്കുക. സിലബസ് NCERT സിലബസ് തന്നെയാണ്. എങ്ങനെയുള്ള സിലബസാണ്? റാഷണലൈസ്ഡ് ആണ്. അതായത് എഡിറ്റ് ചെയ്തതിന് ശേഷം ഡിലീഷൻ എല്ലാം കഴിഞ്ഞ് വന്ന പുതിയ സിലബസ് പ്രകാരമാണ് എക്സാം നടത്തുക. അതിൽ അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുക. ഒന്ന്, കുട്ടി 12th പാസ്സായിരിക്കണം. 2022 പാസ്സായ കുട്ടിയോ 23 പാസ്സായ കുട്ടിയോ അല്ലെങ്കിൽ 24 അപ്പിയർ ചെയ്യുന്ന കുട്ടിക്ക്, ഈ 3 കൂട്ടർക്കും അപേക്ഷിക്കാം. 22 പാസ് ഔട്ടിന് അപേക്ഷിക്കാം, 23 പാസ് ഔട്ടിന് അപേക്ഷിക്കാം, 24 അപ്പിയറിംഗ് കാൻഡിഡേറ്റിനും അപേക്ഷിക്കാം. ഇനി 60% മാർക്ക് ഉണ്ടാവണം ടോട്ടൽ. എവിടെ? +2 60% മാർക്ക് ടോട്ടൽ ഉണ്ടാവണം അപ്ലൈ ചെയ്യാൻ. എന്നാൽ ഇത് നേരെ തിരിച്ച് SC കാൻഡിഡേറ്റ്, ST കാൻഡിഡേറ്റ്, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവർക്ക് 55% സീറ്റ് മതിയാവും. ഫീസ് ഞാൻ മുമ്പ് പറഞ്ഞു. ഫീമെയിൽ കാൻഡിഡേറ്റിന് 700, SC ST ഫിസിക്കൽ ഡിസബിലിറ്റിക്കൊക്കെ 700, ബാക്കി എല്ലാവർക്കും 1400. അതായത് എല്ലാ മെയിൽ കാൻഡിഡേറ്റിനും, അതായത് SC ST ഫിസിക്കൽ ഡിസബിലിറ്റി ഒഴികെയുള്ള എല്ലാ മെയിൽ കാൻഡിഡേറ്റിനും, ജനറൽ ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ, NCL ആയിക്കോട്ടെ, ഒക്കെ 1400 തന്നെയാണ് ഫീ. ഇനി ഓൺലൈൻ രജിസ്ട്രേഷനിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടാവണം എന്ന് ചോദിച്ചാൽ 10th സർട്ടിഫിക്കറ്റ്, അതായത് 10th സർട്ടിഫിക്കറ്റ് അഥവാ മാർക്ക് ഷീറ്റ് ഉണ്ടാവണം. 12th മാർക്ക് ഷീറ്റ് ഉണ്ടാവണം. നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഉണ്ടാവണം. അത് JPEG അല്ലെങ്കിൽ JPG ഫോർമാറ്റ് ആയിരിക്കണം. 200 KB താഴെ ആയിരിക്കണം. നിങ്ങളുടെ സിഗ്നേച്ചറിൻ്റെ സ്കാൻഡ് ഇമേജ് ഉണ്ടാവണം. അതും JPEG അല്ലെങ്കിൽ JPG ഫോർമാറ്റിലായിരിക്കണം. മാക്സിമം 200 KB. ഒരു വാലിഡ് മൊബൈൽ നമ്പറും ഇമെയിൽ ID യും ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ബാക്കി പ്രോസസ്സ് നിങ്ങൾ അതിൽ ഒരുപാട് ആപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്തുകൊണ്ട് അറിയാം. അതിലൊക്കെ ഡ്രോപ്പ് ഡൗൺ ബോക്സ് ഉണ്ട്. അത് സെലക്ട് ചെയ്യുക, ചൂസ് ചെയ്ത് പോവുക. നിങ്ങളുടെ മാർക്കൊക്കെ എൻ്റർ ചെയ്യേണ്ടത് മാർക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള പ്രൊസീജിയർ നോർമൽ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒപ്പം എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. ബാക്കി അപ്ഡേറ്റുകൾ കമ്മ്യൂണിറ്റി വഴി എത്തിക്കാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.